ഹായ് ഓൾ, എന്റെ പേര് അനശ്വര എന്നാണ്. അപ്പൊ BSWന്റെ 1-4 ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള പേപ്പർ ഞാനായിരിക്കും ഡീൽ ചെയ്യുക. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ സിലബസ്, നമുക്ക് എന്തെല്ലാമാണ് ഇതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നോക്കുന്നത്. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് 4 ബ്ലോക്സ് ആണുള്ളത്. ഈ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും നമുക്ക് 5 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഓരോ യൂണിറ്റ്സിന്റെ അകത്തുള്ള കോണ്ടന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു 4 ബ്ലോക്കാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നിങ്ങളുടെ 4 ബ്ലോക്സ്: പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പ്, ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ്, ബേസിക്സ് ഓഫ് കൗൺസിലിംഗ്. അപ്പൊ ഇതില് നമുക്ക് ഇതാണ് 5 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിൽ എന്താന്നുള്ളത് നോക്കാം. യൂണിറ്റ് 1 ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അഡോളസെന്റ് പീരീഡിൽ നമുക്ക് എന്തെല്ലാം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഒരു മെയിൽ ബോഡിയിൽ കാണാനായിട്ട് പറ്റുന്നത്, അതുപോലെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സ്ക്രോട്ടം, ടെസ്റ്റിക്കിൾസ്, സ്പേം എന്താണ്, പെനിസ് എന്താണ്, വെറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 നോക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 2 ആകുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷനിങ് ആണ്. അതും ഈ പറഞ്ഞ പോലെ അഡോളസെന്റ് പീരീഡിൽ ഒരു ഫീമെയിൽ ബോഡിയിൽ കാണുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്താണ്, അതുപോലെ അവരുടെ എക്സ്റ്റേണൽ ഓർഗൻസ് എന്താണ്, ഇന്റേണൽ ഓർഗൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആ ഒരു ബോഡിയിൽ ചെയ്യുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് എന്താണ്, പ്യൂബർട്ടി എന്താണ്, പ്രഗ്നൻസി എന്താണ്, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് എന്നുള്ളത്. യൂണിറ്റ് 3 ആണ് നമ്മൾ ഏർലി സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്തിലേക്ക് വരികയാണ്. അതിൽ നമുക്ക് കൺസെപ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ അതിൽ നമ്മൾ ഈ ഒരു ഏർലി സ്റ്റേജസിൽ വരുന്ന ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബേബിഹുഡ് എന്താണ്, ബേബിഹുഡിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. ഈ ബേബിഹുഡും അതിന്റെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സും തന്നെ നമുക്കൊരു ഹ്യൂമൻ ഗ്രോത്തിന്റെ സ്റ്റേജസിലും പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലേറ്റർ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. അതിലും നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് എല്ലാം നമുക്ക് പഠിച്ചിട്ട് പോകാനുണ്ട്. അപ്പൊ നമ്മളൊരു കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മള് അമ്മയുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൺസീവ് ചെയ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകുന്നതാണ്. ആ ഒത്തിരിയുള്ള ഡെവലപ്മെന്റ്സ് ആണ്. പിന്നെ നമ്മൾ ബേബിഹുഡിലേക്ക് വന്നു, നമ്മൾ ബേബി ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ചൈൽഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു. ചൈൽഡ് എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ചൈൽഡ് എന്നുള്ളതും കഴിഞ്ഞ് നമ്മളൊരു അഡോളസെന്റ് പീരീഡിൽ വരുമ്പോഴത്തേനും അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അഡോളസെന്റ് പീരീഡും കഴിഞ്ഞ് നമ്മളൊരു അഡൽട്ടായി, നമുക്ക് എന്തിനും കാപ്പബിലിറ്റി ഉള്ള ഒരു അഡൽട്ടായി മാറുന്നു. അപ്പൊ നമുക്ക് എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ ഡെവലപ്മെന്റൽ ഡിക്ലൈൻ എന്താണ്, ഏജിങ് എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഓൾഡ് ഏജിലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഇനിയാണ് യൂണിറ്റ് 5 യൂത്ത് ആൻഡ് ദർ കൺസേൺസ്. യൂത്ത്, നമ്മളെ പോലുള്ളവരൊക്കെ. എന്താണ് യൂത്ത്, യൂത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ പ്രൈമറി കോസസ്, ഫാക്ടേഴ്സ് കോസിങ് കൺസേൺ. ഈ ഒരു യൂത്തിന്റെ കൺസേണിനെ കാരണമാകുന്ന പ്രൈമറി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ റിയാലിറ്റീസ് എന്തൊക്കെയാണ്, ഈ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹം യൂത്തിന് കൊടുക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, യൂത്തും അതുപോലെ അവർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്സ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ യൂത്തിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഒപ്രസ് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് നമ്മൾ അടിച്ചമർത്തുന്നത്, അവരെ എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ അവരുടെ പ്രശ്നത്തിന് നമുക്ക് കൊടുക്കാനുള്ള സജഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഇനിയാണ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു പേപ്പറിലേക്ക് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ ബ്ലോക്ക് 2 ആണ്. ഇതിൽ നമുക്ക് യൂണിറ്റ് ആയിട്ട് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ആക്ട് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ എന്നെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ എന്നെ അസസ് ചെയ്യുക, ഞാൻ എന്ത് കാണിക്കുന്നു അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി എന്താണ് അയാളുടെ മുന്നിൽ എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പൊ
അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്ട്രീമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചിരിക്കുക എന്നുള്ളത് നമുക്കത് മാൻഡേറ്ററി ആണ് അല്ലെ. യൂണിറ്റ് 2 ആണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. നമ്മള് പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി വന്ന കുറെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്താണ്, അതെങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് ഒരു നമുക്ക് ഈ മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന നമ്മളെ പൂർവികന്മാരൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് കൈമാറി വന്നിട്ടുള്ളത്, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമ്മുടെ ചുറ്റുപാടിനുള്ള റോൾ എന്താണ്, അതുപോലെ ലേണിംഗിന് നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലുള്ള റോൾ എന്താണ്, നമ്മൾ പഠിക്കുന്നതും നമ്മുടെ ചുറ്റുപാടും അതുപോലെ നമുക്ക് നമ്മുടെ പൂർവികന്മാർ തരുന്നതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. ഇതാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ സൊസൈറ്റിയുടെ നോംസും വാല്യൂസ് ബിലീഫ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അപ്പൊ ഞാൻ എന്റെ സൊസൈറ്റിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണ് എന്റെ പേഴ്സണാലിറ്റിയിൽ ഒരു ഡെവലപ്മെന്റിൽ ഒരു ക്രൂഷ്യൽ പാർട്ട് ആവുന്നത്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഈ ഒരു ഹെറിഡിറ്റി എൻവയോൺമെന്റും എങ്ങനെയാണ് അതിനെങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ, അതുപോലെ എങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്ത് വരുന്നത്, ഉണ്ടായി വരുന്നത്. ഇതാണ് യൂണിറ്റ് 2 പറയാനുള്ളത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പറ്റി പറഞ്ഞിരുന്നു. അതിലെ എല്ലാ സ്റ്റേജും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെ നമുക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ വേരിയസ് സ്റ്റേജസ് ആണ്. അതിൽ പ്രീനാറ്റൽ പീരിയഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുന്ന സമയം. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞായി ബേബിഹുഡ് എൻജോയ് ചെയ്തു, ചൈൽഡ്ഹുഡിലേക്ക് വന്നു, ലേറ്റ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, അഡോളസെന്റ് പീരിയഡ് കഴിഞ്ഞു, അഡൾട്ട്ഹുഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മളൊരു മധ്യവയസ്കരായി നമ്മൾ നേരെ പോകുന്നു ഓൾഡ് ഏജിലേക്ക്. അപ്പൊ ഈ ഒരു സ്റ്റേജസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ യൂണിറ്റ് 4ലേക്ക് കടക്കുമ്പോൾ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. നമുക്ക് മേജർ ആയിട്ട് 4 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. എറിക് എറിക്സന്റെ ഒരു 9 സ്റ്റേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തിയറി ഉണ്ട്, അതാണ് സൈക്കോ സോഷ്യൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി. കാൾ റോഗേഴ്സിന്റെ ഒരു ഫിനോമിനോളജിക്കൽ തിയറി ഉണ്ട്, അതും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. മാസ്ലോന്റെ ഒരു ഹ്യൂമനിസ്റ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ത്രികോണത്തിന്റെ ഉള്ളിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആളൊരു തിയറി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതാണ് മാസ്ലോന്റെ തിയറി. പിന്നെ സ്കിന്നർ എന്നുള്ള ഒരാള് നമുക്ക് MSW BSW ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരായിരിക്കും. അപ്പൊ ആളുടെ ഒരു ബിഹേവിയറിസ്റ്റിക് തിയറി ഉണ്ട്, ഒരു എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ട് ആള് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറി ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. സ്കിന്നർ, പാവ്ലോവ്, ഫ്രൂയിഡ് ഇവരെയൊന്നും നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടരുത് കേട്ടോ. നമ്മുടെ സ്ട്രീമിൽ ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇനിയാണ് യൂണിറ്റ് 5 സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, ഫ്രൂയിഡിയൻ കൺസെപ്റ്റ്. ഫ്രൂയിഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ഫ്രൂയിഡിന്റെ 5 സ്റ്റേജസ് എന്തൊക്കെയാണ്, സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഫിക്സേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസിന് എന്തൊക്കെ റോളാണുള്ളത്, ഇതാണ് യൂണിറ്റ് 5 പറയാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്ലോക്ക് 3 ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ്. ഇതിൽ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 ആണ് റെലവൻസ് ഓഫ് സൈക്കോളജി ഇൻ സോഷ്യൽ വർക്കേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു മനുഷ്യന്മാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സ് പഠിക്കുക എന്നുള്ളതും നമ്മുടെ റെലവൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് സൈക്കോളജിയിലേക്ക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തിനും ഇത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ വർക്കും ഹ്യൂമൻ ബിഹേവിയറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 4 കൺസെപ്റ്റ്സും ഈ ഒരു സൈക്കോളജിയുടെ സ്കോപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിന്റെ ഒരു സാധ്യതയായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു 4 ബ്രാഞ്ചസ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ ജനറൽ സൈക്കോളജി ഉണ്ട്, ചൈൽഡ് സൈക്കോളജി ഉണ്ട്, ഡെവലപ്മെന്റൽ സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്. ഇതാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ഇനിയാണ് യൂണിറ്റ് 2. യൂണിറ്റ് 2 നമ്മൾ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ ഇതിൽ പല വാക്കുകളും നമ്മൾ എന്നും യൂസ് ചെയ്യണതാണ്. അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. അതുപോലെ ഒരു ആളുടെ വാല്യൂ എന്താണ്, അതിൽ പ്രെജുഡൈസ് എന്താണ്, ലേണിംഗ് എന്താണ്, മെമ്മറി എന്താണ്, പെർസെപ്ഷൻ എന്താണ്, സ്റ്റീരിയോ ടൈപ്പ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ഇതൊക്കെ
ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതെന്താണ് ആ ഒരു കൺസെപ്റ്റ്, ശരിക്കും എന്താണ് അത് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാറില്ല. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് ഇതെല്ലാം. യൂണിറ്റ് 3 ആണ് ഡിഫൻസ് മെക്കാനിസംസ്. ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അതുപോലെ എന്താണ് ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രീഫ് ചെയ്തിട്ട് ഞാനൊരു പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അതിൽ ടൈപ്സ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. യൂണിറ്റ് 4 ആണ് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി. എന്താണ് അബ്നോർമൽ സൈക്കോളജി? ഒരാൾ അബ്നോർമൽ ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ഒരു മനുഷ്യനിൽ കാണാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അഡൽട്സിൽ കണ്ടുവരുന്ന മെന്റൽ ഡിസോർഡേഴ്സ് എന്തെല്ലാമാണ്. ഇതാണ് യൂണിറ്റ് 4. ഇതിൽ നമുക്ക് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, MSW എടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അധികം റെലവൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഫോക്കസ് കൊടുക്കുക. യൂണിറ്റ് 5 ആണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ, നേച്ചർ, സ്കോപ്പ്, ഇത് മൂന്നും പഠിക്കാനുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഒരു ലീഡറിന് എന്ത് റോളാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസിൽ ആ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ക്രൗഡ് എന്താണ്, ക്രൗഡിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, മോപ്പ് ആൻഡ് മോപ്പ് സൈക്കോളജി എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന, സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്, അതിന്റെ ഒരു റെലവൻസ് എന്താണ്, അതുപോലെ പ്രൊപ്പഗാൻഡ എന്താണ്, അതിന്റെ മെത്തേഡ്സും ഇംപ്ലിക്കേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ത് കാര്യത്തിനാണ് ഈ ഒരു സോഷ്യൽ സൈക്കോളജി എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കുന്നത്, അതിന്റെ ഒരു റെലവൻസും ഇമ്പോർട്ടൻസും നമുക്ക് ഈ ഒരു യൂണിറ്റ് 5 പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്കൊരു ബ്ലോക്ക് 3 പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇനിയാണ് ബ്ലോക്ക് 4. ബ്ലോക്ക് 4 വരുന്ന യൂണിറ്റ് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ്. എന്താണ് കൗൺസിലിംഗ്? സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്, ഇത് രണ്ടും ഭയങ്കരമായിട്ട് ആളുകൾ മിസ്ലീഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും പറയുന്ന രണ്ട് കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? എല്ലാവർക്കും കൗൺസിലിംഗ് ആവശ്യമുള്ളവരാണോ? ഈ വഴി കൂടെ പോണ എല്ലാവർക്കും നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടാത്തത് എന്നുള്ളത് നമുക്ക് പഠിക്കണം. അതുപോലെ നമുക്ക് കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിനെ പ്രൈമറി തെറാപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു കൗൺസിലർക്ക് വേണ്ട, നല്ലൊരു കൗൺസിലർക്ക് വേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു കൗൺസിലിംഗ് നടക്കുമ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തെല്ലാം എത്തിക്സ് അവിടെ കീപ്പ് ചെയ്ത് പോവാനുണ്ട്, അതുപോലെ തന്നെ ഒരു തെറാപ്പി നടക്കുമ്പോൾ ഒരു കൗൺസിലർ എന്തെല്ലാം സ്വഭാവ സവിശേഷതകൾ അവിടെ കാണിക്കണം, അതുപോലെ ഒരു നല്ല കൗൺസിലർക്ക് വേണ്ട സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം. അതുപോലെ നമ്മളിപ്പോ കുറേ കൗൺസിലറെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലയന്റിനെ കുറിച്ച് പറയാനൊന്നുമില്ല ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ക്ലയന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സ്വഭാവ സവിശേഷത എന്താന്നുള്ളത് കൂടി ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, അതും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനിയുള്ളതാണ് നമുക്ക് എന്തെല്ലാം പ്രോസസ് ആണ് കൗൺസിലിംഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കൊരു ഇനീഷ്യൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഒരു ഇന്റർവ്യൂവിലാണ് നമ്മൾ അയാളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മളെ ക്ലയന്റുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ അപ്പോൾ ഉണ്ടാക്കും. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആയത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്, ബൗണ്ടറീസ് ഒക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യും, അവരെ അസസ് ചെയ്യും. ഓക്കെ, നമ്മൾ സംസാരിച്ച് എന്താണ് അവരുടെ റിയൽ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഈ ഒരു മിഡിൽ ഫേസിലാണ് നമ്മൾ അവർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കുക. അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ടാസ്കുകളും ഇന്റർവെൻഷൻസും നമ്മൾ മിഡിൽ ഫേസിൽ കൊടുക്കുന്നു. നാലാമത്തേതാണ് ടെർമിനേഷൻ ഓഫ് കൗൺസിലിംഗ്. ആ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ നമ്മൾ എൻഡ് ചെയ്യുന്നു. കാരണം നമ്മളെ പർപ്പസ് അവിടെ ഓൾറെഡി തീർന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു. സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയറൽ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ്. ഒരു കൗൺസിലർ യൂസ് ചെയ്യേണ്ട സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയറൽ ടെക്നിക്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ്, എന്താണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് അതിനകത്ത് പറഞ്ഞിട്ട് പോകാനുള്ളത്. ഓക്കെ, യൂണിറ്റ് 4 ആണ് കൊഗ്നിറ്റീവ് ആൻഡ് സൈക്കോ അനലിറ്റിക്കൽ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ്. കൊഗ്നിറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ ടെക്നിക്സ് എന്താണ്, അതുപോലെ സൈക്കോ അനലിറ്റിക്കൽ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു കൗൺസിലർ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഒരു ക്ലയന്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 4 പറയാനായിട്ടുള്ളത്.
യൂണിറ്റ് 5 വരുമ്പോഴത്തേനും നമ്മളിപ്പോ കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നമ്മള് വലിയ സെറ്റപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവുമില്ല, നല്ലൊരു സെറ്റിംഗിലാണ് നമ്മൾ കൗൺസിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു ഫീൽഡിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ല അതിന്. നമുക്കും കുറെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഈ ഒരു കൗൺസിലിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്സിൽ, ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരു പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്സിൽ എന്തെല്ലാം രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് അനുഭവിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ ക്ലയന്റിനും വ്യത്യസ്ത പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഓരോ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. കുറെ ഇമോഷണൽ ആയിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു മനോവിഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ അവരെ ഗാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറെ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാം. അതുപോലെ മറ്റ് മിസലിനിയസ് പ്രാക്ടിക്കൽ ഇഷ്യൂസ്, ഇതൊന്നും കൂടാതെ വരുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഏതെല്ലാമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 5 നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓൾ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതില് നമ്മൾ നല്ല ഫോക്കസ് കൊടുക്കുന്ന ഒരു പേപ്പറാണ് ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞ പേപ്പർ. കാരണം ഇതിൽ കുറെ തിയറീസ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കയ്യിന്നിട്ടിട്ട് എഴുതാനുള്ള എലമെന്റ്സ് കുറവാണ്. ഓക്കെ, കുറെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിന് കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുത്ത് മറ്റൊന്നിനും ഫോക്കസ് കുറയ്ക്കുക എന്നുള്ളതല്ല ഇതിനർത്ഥം. ഇതിന് കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കുക, കാര്യങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.